ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നോമ്പിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ വീഡിയോ ഒരു റിക്വസ്റ്റ് പ്രകാരമാണ് ചെയ്തത്. ഇപ്പോൾ ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം പലരും കണ്ടിട്ട് എന്നെ അവല് നനച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ വീഡിയോ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുകയാണ്. അവല് നനച്ചത് ഉണ്ടാക്കുന്നത് കട്ടിയുള്ള തേങ്ങാപ്പാൽ, ചെറുകായി, മൈസൂർ പഴം, പാളയംകുടൻ പഴം എന്നൊക്കെ പറയും, അതെടുക്കുക. അല്ലെങ്കിൽ പൂവമ്പഴം, അല്ലെങ്കിൽ ഞാലിപ്പൂവൻ, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കുക. ഏറ്റവും നല്ലത് മൈസൂർ പഴം തന്നെയാണ്. അതെടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് അവലും ശർക്കര നീരുമാണ് വേണ്ടത്. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇടയത്താഴത്തിന് നമുക്ക് കഴിക്കാനായിട്ട് ഇത് മതി. ഇതും വേണമെങ്കിൽ 1-2 മുട്ടയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ ഈന്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ശരിയായി. ഇത് ഇങ്ങനെ കഴിക്കാം. ആദ്യം തേങ്ങാപ്പാൽ എടുക്കുക. തേങ്ങാപ്പാലിലേക്ക് കുറച്ച് ശർക്കര നീര് ഒഴിക്കാം. ഈ പഴം കൈകൊണ്ട് സ്ക്വീസ് ചെയ്തിട്ടാണ് ഇടേണ്ടത്. അതിലേക്ക് കുറച്ച് അവലിടാം. പിന്നെ അതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് ഉള്ളിയും ഇഞ്ചിയും ഇട്ട് കഴിഞ്ഞെങ്കിൽ, ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇട്ട് കഴിഞ്ഞാൽ, ഒരു കുറച്ച് ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ആ മിക്സിലേക്ക് അവലിടുക. മട്ട അവിലാണ് ഏറ്റവും നല്ലത്. മട്ട അവിൽ, ഞാൻ വെള്ള അരിയോട് എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ സ്റ്റാർച്ച് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ വൈറ്റമിൻസോ മിനറൽസോ ഒന്നുമില്ല. മട്ട അരിയിലാവും ബി കോംപ്ലക്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കുക. ആ സാധനം മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇനി ഇതല്ലാത്ത ടൈമിലും നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം. ഇതല്ലാത്ത ടൈമിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഈ തേങ്ങാപ്പാലിലേക്ക് കാഷ്യൂനട്ടോ അതല്ലാന്നെങ്കിൽ ബദാമോ അരച്ച് ചേർക്കുക. അതിലേക്ക് കുറച്ച് ഈന്തപ്പഴം കൂടി അരച്ച് ചേർത്താൽ നന്നായിരിക്കും. അതിലേക്ക് ഈ ഏലക്ക, കുറച്ച് ചെറിയ പീസ് ഉള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, അതൊക്കെ കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പീസുകൾ ഇടുക. അതേപോലെ കുറച്ച് ഏലക്ക, ഒരു ചെറിയ പീസ് ഏലക്ക, ഇത്ര ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചെറിയതായിട്ടൊന്ന് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് ഒന്ന് തണുപ്പിക്കുക. അധികം നേരം വെക്കരുത്, കുറച്ച് നേരം വെക്കുക. അതിനുശേഷം പുറത്തിറക്കിയിട്ട് കുറച്ച് അവലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അത് നമുക്ക് കഴിക്കാം. ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഷേക്ക് പോലെയാണ്. അത് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ കഴിയും. വിശപ്പും മാറാം, ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്കത് ടേസ്റ്റി ആയിട്ട് തോന്നുന്നുവെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.